ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പടിഞ്ഞാറേക്കര ബീച്ചിൽ പോയപ്പോൾ എൻട്രി ഫീസാണിത്. 20 രൂപ എൻട്രി ഫീസ്. ആവശ്യപ്പെടുമ്പോൾ ടിക്കറ്റ് കാണിക്കുക. പ്രവേശനം എന്താണ്? ഒരു പ്രാവശ്യം 2 മണിക്കൂർ നേരം മാത്രം. 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പോയിക്കൊള്ളണം. അങ്ങനെ അവിടുത്തെ നിയമം. ചിലർ 3 മണിക്കൂറൊക്കെ ആവും. പിന്നെ ഇനിയിപ്പോൾ രാവിലെ വന്ന് 3 മണിക്ക് വന്നിട്ട് 7:30 മണി വരെ ഇരിക്കണവർ ഉണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഓട്ടോറിക്ഷ പാർക്കിങ്ങിൻ്റെ പൈസയാണ് 10 രൂപ. ശരാശരി അവിടെ ആയിരക്കണക്കിന് വണ്ടികൾ വരുന്നുണ്ട്. കാറും ബൈക്കും ജീപ്പും ഒക്കെ കൂടി. അതിലെങ്ങനെയായാലും ഒരു 5000 ആൾക്കാർ അവിടെ ഒരു ദിവസം വന്ന് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്നും വന്നില്ലെങ്കിൽ പോട്ടെ, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എങ്ങനെയായാലും വരും. അപ്പോൾ 10 ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് പ്രകാരം. വണ്ടിൻ്റെ പേ പാർക്കിങ് വേറെ പൈസ. എല്ലാം കൂടി ഏകദേശം ഒരു 1,20,000 രൂപ അവിടെ വരുമാനമുണ്ട്. 1,00,000 റുപ്യ ഒരു ദിവസത്തെ വരുമാനം അവിടെ ഉണ്ട്. പിന്നെ അവിടെയുള്ള ഈ ചായക്കടയിൽ നിന്നും പിന്നെ ഈ ടെൻഡർ കൊടുക്കുമല്ലോ, ഓരോരോ അവിടെ യന്ത്രൂഞ്ഞാലിനും പിന്നെ തോണിക്കും പിന്നെ മറ്റു പരിപാടികളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അവിടെ നടത്തുന്നവർ അതിനൊക്കെ നിലംകൂലി വാങ്ങും. അത്രയൊക്കെ പൈസ അവിടെ ഉണ്ടായിട്ടും ഒരൊറ്റ CCTV അവിടെ കാണാനില്ല. അവിടെ ധാരാളം പെണ്ണുങ്ങൾ വരുന്നതാണ്, ആണുങ്ങൾ വരുന്നുണ്ട്. ആരെങ്കിലും വല്ല മയക്കുമരുന്നോ കഞ്ചാവോ ബ്രൗൺ ഷുഗറോ ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടി. അത് പിടിക്കാൻ സൗകര്യമില്ല. ആരെങ്കിലും മാല പൊട്ടിച്ച് മണ്ടിയാൽ, ആരെങ്കിലും ബോധം കെടുത്തിയിട്ട് സ്വർണ്ണങ്ങൾ കവര്. ഞാനൊക്കെ പോട്ടെ, അവിടെ ഓട്ടോറിക്ഷക്കാർ വരുന്നുണ്ട്. അറ്റിങ്ങളെ വണ്ടിയിൽ നിന്ന് വല്ല മെമ്മറി കാർഡോ പൈസയോ മൊബൈലോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചാൽ വല്ലതിനും വല്ല രേഖയുണ്ടാവും. ഒരു ഒലക്ക പുണ്ണാക്കും അവിടെ ഇല്ല. എന്ത് സർവീസാണിത്? ഒക്കെ അവനാൻ്റെ യാറും ഫുള്ളാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രം പറ്റൂല. ജനങ്ങളെയൊക്കെ ഇത്രയും പൈസ വാങ്ങിയിട്ട് അവിടെ വരുമാനം കിട്ടുമ്പോൾ അവിടെ ഒരു 50 CCTV എങ്കിലും വെക്കണ്ടേ? കടപ്പുറത്ത് 10 CCTV നിർബന്ധമാണ്. കാരണം അവിടെയാണ് കൂടുതൽ ജനങ്ങളുള്ളത്. പിന്നെ അവിടെ ഒരു അക്വേഷ മരം എന്ന് പറയുന്ന പോലെ ഒരു മരം ഉണ്ട് അവിടെ. നല്ല രസമുള്ളൊരു മരമുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ CCTV വെക്കണം. പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ CCTV വെക്കണം. ഒരു കുന്തമില്ലാതെ വെറുതെ അങ്ങനെ നടത്തിയാൽ മതി. അത് ഏതായാലും ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവിടെ CCTV വെക്കണമെന്നും കൂടി ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു.